ഡോക്ടറെ ആ ഇതാ ലഡു മിഠായിയൊക്കെ ഉണ്ട് അതെ ആ. ഞാൻ ഈ മധുരം ഒന്നും കഴിക്കലില്ല. പിന്നെ നിങ്ങൾ തന്ന സ്ഥിതിക്ക് ഒരെണ്ണം എടുക്കാം. മധുരം ലഡു മിഠായി ഒന്നും ഞാൻ കഴിക്കലില്ല. ഷുഗർ ഉണ്ടോ? ഷുഗർ ഉണ്ടായിട്ടല്ല, ഷുഗർ കൊളസ്ട്രോൾ ഒക്കെ വരാതെ സൂക്ഷിക്കണ്ടേ, കൊഴുപ്പും മധുരമൊക്കെ കുറക്കണ്ടേ. ആ ആ രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലല്ലേ രോഗം വരാതെ നോക്കല്. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് അങ്ങനത്തെ കാര്യത്തിലൊക്കെ ഭയങ്കര ചിട്ടയല്ലേ? മധുരവും കൊഴുപ്പൊക്കെ നമ്മൾ ഒഴിവാക്കണമല്ലോ. ആ ഒക്കെ കുറെ തിന്നില്ലേ, ഇനി മതി അതൊക്കെ കേട്ടോ. ഇല്ലേ? ആ അങ്ങനെയാണ്. നിങ്ങളാ മുട്ടായിയൊക്കെ അവിടെ കുട്ടികൾക്ക് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ പോകുമ്പോൾ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ശരിയാ. അല്ല ഞാനിപ്പോൾ എന്താ ചെയ്യാ? മുടിയാഴ്ചയിലെ ഇറച്ചി എഴുതിയ ലിസ്റ്റിലേ 2 പൊതി ഇങ്ങക്ക് മാറ്റി വെച്ചിനി ഞാൻ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക പഠിച്ചോനെ? എന്താ ഇപ്പം പറഞ്ഞേ? നമ്മൾ മുടിയാഴ്ചൻ്റെ ഇറച്ചി ഫസ്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കണല്ലോ. ആ ലിസ്റ്റിൽ നിങ്ങളെ പേരിൽ 2 പാക്കറ്റാ, എല്ലാവർക്കും ഓരോ പാക്കറ്റാ. നിങ്ങളെ പേരിൽ 2 പാക്കറ്റാ മാറ്റി വെച്ച്. പേരെടുത്ത ഡോക്ടറല്ലേ, നമ്മൾ കുറക്കാൻ പറ്റൂലല്ലോ പറഞ്ഞു ഞാൻ മോളോട്. എന്നിട്ട് ലാസ്റ്റിൽ എന്താ നിങ്ങൾ പറഞ്ഞ് കേട്ടില്ല? ആ പേര് എഴുതി വെച്ചില്ലേ 2 പാക്ക് ഡോക്ടർ ഐഷാബിന്ന്. അതിനിപ്പോ വെട്ടാൻ പറയേണ്ടി വരും. നിങ്ങൾ സന്തോഷത്തോടെ എനിക്ക് തരാൻ വിചാരിച്ച 2 പൊതിയല്ലേ? ആ അപ്പൊ നിങ്ങൾ എനിക്ക് തരണം. അതെന്തിനാ വെട്ടുന്നത്? അതിന് രോഗം വരാതെ നോക്കണ്ടേ? ഡോക്ടറിനല്ലേ ഇപ്പൊ പറഞ്ഞേ ഷുഗറും കൊളസ്ട്രോളും ഒന്നും വരാതെ നോക്കണമെന്ന്. അതുകൊണ്ട് ഇനിയിപ്പോ ആ 2 പൊതി നിങ്ങളെ പേരിലുള്ള ആട് വെട്ടാന്ന് വിചാരിച്ച്. അങ്ങനെ ഇപ്പൊ 2 പൊതി മുടികാഴ്ചന്റെ ഇറച്ചി കഴിച്ചെന്ന് വെച്ചിട്ട് കൊളസ്ട്രോൾ ഒന്നും വരാൻ പോണില്ല. ആ ആയിക്കോട്ടെ, എന്നാല് ഞാൻ കൊടുത്തേക്കാം. 2 മുട്ടായി കൊടുത്തപ്പോൾ മുപ്പത്തിക്ക് എന്തേനി ഷുഗർ കൊളസ്ട്രോള്. ഇപ്പോൾ പോത്തിറച്ചി എന്നത് കേട്ടപ്പോൾ ഷുഗറും ഇല്ല കൊളസ്ട്രോളും ഇല്ല.